പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കന്യമാരി എന്ന് പറഞ്ഞ പ്രദേശമാണത്. പൈതൃക വൃക്ഷം എന്നറിയപ്പെടുന്ന കന്യമാരി തേക്കും ആലും 400 വർഷം പഴക്കമുള്ളതാണെന്ന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആദരിക്കൽ ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത്. പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശിവദാസ് അത് ഒരു ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ചു. അപ്പോൾ ഇതിനോടടുത്തുള്ള വനമേഖല ആയിട്ട് ഇത് മിയാവാക്കി മോഡലിൽ ഉണ്ടാക്കിയിരിക്കുന്ന വനമേഖലയാണ് ഈ കാണുന്നത്. 3 വർഷം മുമ്പ് ഇതൊരു മൊട്ട പാറ മാത്രമായിരുന്നു. ഇവിടെ ആ കൂടെ അന്ന് അവശേഷിച്ചിരുന്നത് ഒരു അരളിമരവും വേപ്പും ഇവിടെ ഒരു ചെതൽപ്പുറ്റും ഇവിടുത്തെ ഒരു വിഗ്രഹ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് പിന്നീട് അതിൻ്റെ പരിസരത്ത് നമ്മൾ 2023 തണൽ നടുന്നവരുടെ 9ാം വാർഷിക സംഗമം ഇവിടെ വെച്ചിട്ടാണ് നടത്തിയത്. നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ ഈ അമ്പല പ്രമിസസിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് നട്ട ആൽവൃക്ഷം ഇന്നത് 12 അടിയോളം പൊക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനകത്ത് മിയാവാക്കിയുടെ ആ ചിത്രവും ബോർഡെല്ലാം ഇപ്പോൾ പഞ്ചായത്ത് ചെയ്തതാണ്. റിയലായിട്ടതൊരു മിയാവാക്കി അല്ലെങ്കിലും നമ്മൾ കുഴികുത്തി വളമിട്ട് അതിനകത്ത് ചകിരിയും മറ്റുമൊക്കെ പുതയിലിട്ടാണ് ഈ മരങ്ങൾ നട്ട് വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതൊരു നല്ലൊരു കാടായിട്ട് മാറിയിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ പ്രദേശം സൃഷ്ടിച്ചെടുത്തതാണ്. പച്ചത്തുരുത്തിൻ്റെ നിർമ്മാണം എന്നുള്ള പേരിലാണ് തുടങ്ങിയതെങ്കിലും അത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു വലിയൊരു കാടായിട്ട് മാറി. ഇതിനായിട്ട് വനം വകുപ്പിൽ നിന്നും കുറേ വന്യമായിട്ടുള്ള സസ്യങ്ങൾ അതുപോലെ നാട്ടുകാരെന്നുള്ള സസ്യങ്ങൾ എല്ലാം സംഘടിപ്പിച്ചു. അത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു 1 മീറ്റർ മുതൽ 1.5 മീറ്റർ അകലത്തിൽ ഈ തൈകൾ ഓരോന്ന് നട്ടുപിടിപ്പിക്കുകയായിരുന്നു. നട്ടുപിടിപ്പിച്ചതിന് ശേഷം കരിയിലയും അതുപോലെ ചകിരിയും ഒക്കെ ഇട്ട് പൊതയിലിടുകയായിരുന്നു. മിയാവാക്കിയിൽ സാധാരണഗതിയിൽ കുഴിയെടുത്ത് മണ്ണ് മുഴുവൻ ഇളക്കി മറിച്ച് അതിനകത്ത് വളമൊക്കെ ഇട്ട് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് മിയാവാക്കിയെങ്കിൽ, ഇവിടെ നമ്മളൊരു ചെറിയൊരു കുഴി മാത്രം എടുത്തിട്ട് അതിനകത്ത് വളമിട്ട് അതിന് മുകളിൽ ചെടി നട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചകിരിച്ചോറും അതുപോലെ ചകിരിയും ചപ്പുചോറുകളും എല്ലാം കൂടെ അടുക്കി വയ്ക്കുകയായിരുന്നു. അങ്ങനെ അതിനകത്ത് 100 കണക്കിന് തൈകൾ നട്ടുപിടിപ്പിച്ചു. അതെല്ലാം തന്നെ കുറേയൊക്കെ കാഷ്വാലിറ്റി ഉണ്ടായെങ്കിലും 1ാമത്തെ വർഷം തന്നെ കാഷ്വാലിറ്റി ഉണ്ടായെങ്കിലും ബാക്കിയെല്ലാം ഏകദേശം സർവൈവ് ചെയ്തു. അതിനകത്ത് കുറ്റിച്ചെടികൾ മുതൽ ഇത് മുതൽ ഔഷധം, ഇതിപ്പോൾ ദന്തപ്പാലയാണ്, ഇത് നെല്ലിയുണ്ട്, ചെമ്പരത്തിയുണ്ട്, മണിമരുതുണ്ട്. മണിമരുതൊക്കെ ഇപ്പോൾ തന്നെ പൂത്ത് കായ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നീലയമരിയൊക്കെ 1.5 ആൾ പൊക്കത്തിലേക്ക് വളർന്നത് ആദ്യമായിട്ട് കാണുകയാണ്. അങ്ങനെ മണിമരുത്, മന്ദാരം, കണിക്കൊന്ന, അതുപോലെ താന്നി, മട്ടി, അതിൻ്റെയൊക്കെ കായ്കളെല്ലാം ആയി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ വന്യസസ്യങ്ങളും നാട്ടുചെടികളും എല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഉങ്ങുണ്ട്. ഉങ്ങെല്ലാം ഇതിനകത്ത് വളരാനായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നത്തെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല, എങ്കിലും ആളുകൾ ഇത് പരിചരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ നടവഴികൾ മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് കൂവളം ഉണ്ട്, അതും രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. സാധാരണ കൂവളം വളരെ പതുക്കെയാണ് വളരാനുള്ളതെങ്കിലും ഈ ഒരു മാതൃകയിൽ നട്ടുപിടിപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടത് വളർന്ന് വന്നിട്ടുണ്ട്. ഇത് മണിമരുന്നിൻ്റെയൊക്കെ കായൊക്കെ ആയിട്ടുണ്ട്. 3ാമത്തെ വർഷം തന്നെ കായ ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിന് തൊട്ടപ്പുറത്ത് ഒരു പാറമടയാണുള്ളത്. അതിനകത്ത് അല്പം വെള്ളമുണ്ട്, എങ്കിലും ഇപ്പോൾ അതിൽ വെള്ളം പൂർണ്ണമായിട്ട് കെട്ടി നിൽക്കുന്നുണ്ട്. ആദ്യ വർഷം ഇതിനകത്ത് നല്ലപോലെ വേനൽ കഠിനമായിട്ട് ബാധിച്ചെങ്കിൽ അങ്ങനെ കുറച്ച് തൈകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏകദേശം 50ഓളം തൈകൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടതാണ്, ഇത് നഷ്ടപ്പെട്ടതാണ്, ഇത് നഷ്ടപ്പെട്ടു. പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന മരങ്ങളെല്ലാം നല്ലപോലെ വളർന്നതുകൊണ്ട് ഇവിടെ ഇലച്ചാർത്ത് ഏകദേശം മുഴുവനായിട്ടും തന്നെ കവറായിട്ടുണ്ട്. അതോടൊപ്പം തൊട്ട് സൂര്യപ്രകാശം
കുറച്ച് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇതിനകത്ത് വേറെ കുറേ പ്രാണികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സൂര്യപ്രകാശം കുറച്ച് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളിൽ മറ്റ് ഔഷധ ചെടികളും വള്ളിപ്പടർപ്പുകളെല്ലാം കയറി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കമ്മ്യൂണിസ്റ്റ് പച്ച ഉൾപ്പെടെയുള്ള ചെടികളും കയറിയിട്ടുണ്ട്, ഇൻവേസീവായിട്ടുള്ളത്. എന്നോട് ഇത് കശുമാവാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ ഉണക്കിക്കകത്ത് പൂപ്പൽ വർഗ്ഗങ്ങൾ, കൂൺ വർഗ്ഗങ്ങളെല്ലാം അതൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നുണ്ട്. നല്ലൊരു ജൈവ വൈവിധ്യ ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലുകളും അപ്പുറത്ത് നട്ടിട്ടുണ്ട്. ഇപ്പോൾ നടന്ന് പോകാൻ പറ്റാത്തത്രയും രീതിക്ക് തിക്കായിട്ടിത് മൂടിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കാട് മൂടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള കാടായി മാറിയിരിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാര്യമായ ചിലവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് കൂടാതെ ഇതിനകത്ത് നമ്മളൊന്നും നടാത്ത കുറേ വള്ളിപ്പടർപ്പുകളും ഇതിനകത്ത് കയറിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. അത് പൂവരശാണ് തൊട്ടപ്പുറത്തുള്ളത്. പൂവരശ്. പക്ഷികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കൃഷ്ണപ്പെരുന്നാണെന്നാണ് തോന്നുന്നത്. തേക്ക്. അപ്പോൾ നമുക്ക് നേരിട്ട് ഉപയോഗമുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാത്തരം ചെടികളും ഇതിനകത്തുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വന്യമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം ആളുകൾ നടന്നു പോകുന്ന ഒരു വഴി ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലും കൂടെ ഇലച്ചാർത്തുകൾക്കടിയിൽ തണലിൽ വളരുന്ന കുറച്ച് തൈകളും കൂടെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അത്യുഗ്രം നിത്യഹരിത വന സസ്യമേഖലയാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇപ്പോഴത് ഒരു ഇല പൊഴിയുന്ന കാടിൻ്റെ സ്വഭാവമാണ് ഇത് കാണിക്കുന്നത്. കാലക്രമേണ കുറച്ചുകൂടെ ഒരു ജൈവ വൈവിധ്യം നിറഞ്ഞ ഒരു കാടാക്കി മാറ്റാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഇപ്പോൾ നല്ല മഴയുണ്ട്, അതൊരു ഭാഗ്യമായിട്ട് കാണാം. ഈ പ്രദേശം ഈ കന്നിമാരി തേക്കും അമ്പലവും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു കാവിൻ്റെ സങ്കല്പത്തിലേക്ക് രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട്. ഇനി ഭാവിയിൽ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട വിശ്വാസ സംരക്ഷണത്തിന് വരുന്ന ആളുകൾ ഈ കാടിൻ്റെയും കൂടെ സംരക്ഷണത്തിന് ഉതകുന്ന രീതിയിലേക്കായി മാറിയാൽ ഒരു വലിയൊരു കാര്യമായിരിക്കും. സമൂഹത്തിനെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ എല്ലാ പഞ്ചായത്തുകളും അവരുടെ സ്വന്തം ഭൂവിസ്തൃതിയിൽ 1/3 ഭാഗം വനമാക്കി മാറ്റാൻ തീരുമാനിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും. പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്താണ് ആദ്യമായിട്ട് ഈ പറഞ്ഞ തീരുമാനം എടുത്തത്. അതായത് ഈ 1/3 ഭാഗം, ഒരു ഭൂപ്രദേശത്തിൻ്റെ 1/3 ഭാഗം വനമായിട്ട് സംരക്ഷിക്കുകയാണെങ്കിൽ ആ പ്രദേശം ഒരു ക്ഷേമരാഷ്ട്രമായിട്ട് മാറാൻ മറ്റൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള വായുവും വെള്ളവും, ശുദ്ധമായ വായുവും വെള്ളവും നല്ല ജീവിത അന്തരീക്ഷവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആ 1/3 സ്വാഭാവിക വനമേഖല നമ്മളെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളും ഇത്തരത്തിലൊരു തീരുമാനമെടുക്കണമെന്ന് നമ്മൾ ഈ മരങ്ങൾ നടുന്നവരുടെ സംഗമം ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കത്തുകൾ അയച്ചിരുന്നു വിവിധ പഞ്ചായത്തുകൾക്ക്, മേലധികാരികൾക്ക്, ഉദ്യോഗസ്ഥർക്കെല്ലാം. ഇതിൽ പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്താണ് അങ്ങനെ ഒരു നല്ലൊരു തീരുമാനം എടുത്തത്. ഭരണസമിതി മുഴുവനും അതിന് ഒന്നായിട്ടുണ്ടായിരുന്നു. അതിൽ പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി, അതിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒരുമിച്ച് അതിൻ്റെ ഭാഗമായി എന്നുള്ളത് ഈ പ്രവർത്തനം വളരെ വിജയകരമാക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 2025 ഒക്ടോബർ മാസം 29. ഇന്ന് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ സംരക്ഷിക്കാനായിട്ട്, അതായത് നമ്മുടെ പൈതൃക മരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ അളവൊക്കെ എടുത്ത് ബോധ്യപ്പെടുത്തിയതിൻ്റെ ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ആ മരത്തിനെ ആദരിക്കുന്ന ഒരു ചടങ്ങാണെന്ന് നടത്തിയത്. അപ്പോൾ ഈ ഒരു പ്രദേശം ഭാവിയിൽ ഒരു പൈതൃക ടൂറിസം മേഖലയായിട്ട് മാറി വരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പലരും കേട്ടും കണ്ടും അറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കന്നിമാരി തേക്കും ആലും അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ പറഞ്ഞ പ്രാദേശികമായിട്ടുള്ള കാവും ഇതെല്ലാം തന്നെ കൂടുതൽ
നല്ല സന്ദേശങ്ങൾ, പരിസ്ഥിതി സംരക്ഷണത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ പ്രദേശത്ത് ലഭ്യമായ സ്ഥലങ്ങളെല്ലാം തന്നെ സാധിക്കുമെങ്കിൽ നല്ലൊരു കാടാക്കി മാറ്റാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അത് നമുക്ക് സമൂഹത്തോടും ഇനി വരുന്ന ഭാവി തലമുറയ്ക്കും ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പുണ്യകാര്യമായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ മെസ്സേജ് മറ്റുള്ളവർക്ക് പരമാവധി സ്പ്രെഡ് ചെയ്യുക. സ്വന്തമായിട്ട് കാടുകൾ സൃഷ്ടിക്കുക ഭാവി തലമുറയ്ക്ക് വേണ്ടി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.